ഇതാണ് ഒരു താമരയുടെ ട്യൂബർ അഥവാ കിഴങ്ങ്. ഇതാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നതും. ഈ കിഴങ്ങ് നട്ടാണ് ഇതുപോലെ താമര വളരുന്നതും മുട്ടുകളുണ്ടാവുന്നതും എല്ലാം. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം പലരും ഇപ്പോഴും സീഡാണ് ചോദിക്കുന്നത്. ഈ ഹൈബ്രിഡ് താമരകൾക്ക് സീഡ് വളരെ ചുരുക്കേ ഉണ്ടാവാറുള്ളൂ. അതുമല്ല, കിഴങ്ങുകളാണ് നട്ട് അതേ പ്ലാന്റ് തന്നെ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അനുയോജ്യം. ഇനി അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരിക്കലും ഈ ഒരു ടൈപ്പ് കിഴങ്ങ് നമുക്ക് മറ്റു ചെടികളുടെ കമ്പുകൾ ഒടിച്ചെടുക്കുന്ന പോലെയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഗ്രോത്തൊക്കെ കുറഞ്ഞ് നിൽക്കുമ്പോൾ വേണം നമുക്കെടുക്കാൻ. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതേതാണ്ട് പൂക്കളൊക്കെ കഴിഞ്ഞ് ഒരു വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് നടക്കുന്ന ഒരു ടൈമാണ്. ഇതിന് ചിലപ്പോൾ ട്യൂബറുകൾ ഉണ്ടാവാം. നമുക്ക് നോക്കാം. ഈ പ്ലാന്റ് ഫുൾ നമ്മളിങ്ങനെ താഴെ നിന്ന് പൊക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം, ഒടിഞ്ഞു പോകരുത് ട്യൂബറുകൾ. യെസ്, കണ്ടോ, ഇതാണ് ട്യൂബറുകൾ. ഇതിൻ്റെ ഒരു ഗ്രോത്ത് പീരീഡ്, അതായത് പൂക്കളൊക്കെ കഴിഞ്ഞൊരു വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം അത് റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ ട്യൂബേഴ്സ് കിട്ടും. ഈ ട്യൂബറുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആണ് വീണ്ടും നട്ടാണ് താമരകൾ അടുത്ത സീസണുകളിലും അടുത്ത പൂക്കളൊക്കെ ആവുന്നത്. ഈ ചെടി ഇങ്ങനെ പൊക്കിയാൽ മീൻസ് ഇങ്ങനെ പറിച്ച് നടുമ്പോൾ മാത്രമേ നമുക്ക് കിഴങ്ങുകൾ കിട്ടത്തുള്ളൂ. അല്ലാതെ മറ്റ് ചെടികളുടെ പോലെ കമ്പ് പോലെ ഒടിക്കാനോ ഒന്നും പറ്റില്ല. റണ്ണേഴ്സ് എടുക്കാൻ പറ്റും, എങ്കിലും കൊറിയർ അയക്കുക, സെയിൽ പർപ്പസ്, ഇതിനെല്ലാം ട്യൂബറുകളാണ്. ഇനി ഈ ട്യൂബറുകൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് അടുത്ത പോട്ടിൽ നടാം. എക്സ്ട്രാ വരുന്ന ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാം. ഇങ്ങനെയാണ് താമരയുടെ കിഴങ്ങുകൾ വരുന്നതെന്നുള്ള ഒരു ജനറൽ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. കാരണം ഇപ്പോഴും പലരും സീഡ് കിട്ടില്ലേ, കിഴങ്ങാണോ ഉള്ളൂ എന്നെല്ലാം മെസ്സേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട്